ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററുടെ പ്രാർത്ഥന സമയം എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനൊരു ശുശ്രൂഷയിലേക്കൊക്കെ വളർന്നു വരാൻ തക്ക വിധം പ്രാർത്ഥനയുടെ രീതികൾ എങ്ങനെയൊക്കെയാണ്. ഒത്തിരി പേര് പല സമയങ്ങളിലായിട്ട് എന്നോട് ഇത് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയുടെ തനതായ സമയക്രമം സൃഷ്ടിക്കുവാൻ ഞാൻ ആശ്രയിച്ചത് മറ്റ് ദൈവദാസന്മാരെയോ മറ്റ് പുസ്തകങ്ങളെയോ ഒന്നുമല്ല, പരിശുദ്ധമായിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ തിരുവെഴുത്തിനെ തന്നെയാണ്. വിശുദ്ധ ബൈബിളാണ് എനിക്കതിനെക്കുറിച്ചുള്ളതായ ആത്മീക രഹസ്യം വ്യക്തമാം വിധം പറഞ്ഞു തന്നത്. ഇന്നത്തെ ഈ ഒരു പ്രവചനദൂതിൻ്റെ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ശക്തമായ അനുഗ്രഹങ്ങളെ പിടിച്ചെടുക്കാൻ, നിങ്ങൾക്കൊത്തിരി ഉയർച്ചയിലേക്ക് പറന്നു കയറാൻ നിങ്ങളെ സഹായിക്കുന്ന ആ രഹസ്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോവാണ്. ഇന്ന് എൻ്റെ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിതൊരു ഭാഗ്യകരമായ കേൾവിയാണ്. കാരണം നിങ്ങളും ഈ ഒരു രീതിക്കനുസൃതമായി പ്രാർത്ഥിച്ച് സമയക്രമീകരണങ്ങൾ പ്രാപിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുമ്പോൾ അത് വലിയൊരു വിടുതലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. നിരവധിയായിരിക്കുന്ന ആത്മിക ശൈലികൾ ദൈവവചനത്തിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കുവാൻ ഈ കഴിഞ്ഞ നാളുകളിലെ ശുശ്രൂഷ ജീവിതത്തിൽ കർത്താവ് എനിക്ക് ഭാഗ്യം ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ള ഒരു മേഖലയാണ് ഇന്ന് ഞാൻ തൊടാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടെ ഇന്നത്തെ പ്രവചനദൂതിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മുടെ രക്ഷകനും കർത്താവും പ്രാണനാഥനുമായ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനങ്ങളിലെ ഏറ്റവും വലിയ അധ്യായമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. ഈ 119 സങ്കീർത്തനത്തിൻ്റെ 164 വചനം ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത്: നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസത്തിൽ 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. അതായത് ഒരു ദിവസം 7 തവണയോളം ദൈവത്തെ സ്തുതിക്കുവാൻ ഭക്തൻ തയ്യാറാകുന്നു എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യം. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം വരും, ആ 7 സമയങ്ങൾ ഏതൊക്കെയാണ്? ആ 7 ടൈം ടേബിൾ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, 7 തവണ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുന്നത് ആഴ്ചയിൽ 7 ദിനങ്ങളെക്കുറിച്ചാകാം. അല്ലെങ്കിൽ 7 എന്ന് പറയുന്നത് ദൈവവചനത്തിൽ പൂർണ്ണതയെ കാണിക്കുന്ന ഒരു സംഖ്യയാണ്. അതായത് പ്രാർത്ഥനയുടെയും സ്തുതിയുടെയും പൂർണ്ണതയിലേക്ക് ഞാൻ വരുന്നു എന്നുള്ള അർത്ഥവും ഇതിൽ ഉൾക്കൊള്ളുന്നു എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ 7 ദിവസവും നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ ജീവിത സമയവും കർത്താവിനോടുകൂടി ആയിരിക്കുവാൻ നാം ചെലവഴിക്കാൻ തയ്യാറാകണമെന്നുള്ള വ്യക്തമായ ഒരു ഉദ്ബോധനം ഈ തിരുവെഴുത്ത് നമുക്ക് തരുന്നുണ്ട്. എന്നാലും നമുക്കറിയാം, എത്ര കണ്ട് നമ്മൾ ആഗ്രഹിച്ചാലും നമ്മളൊക്കെ തിരക്കുള്ള ജീവിതത്തിൻ്റെ നടുവിൽ ഓടുന്നവരാണ്. എപ്പോഴും പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിക്കാത്ത ഒരു ദിനചര്യയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളത്. ഈ സമയമാണല്ലോ നമുക്കൊരിക്കലും കിട്ടാത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലഭ്യമായ ജീവിത പ്രവർത്തനങ്ങളുടെ ഇടയിൽ ഒരു സമയ ക്രമീകരണം നമുക്ക് എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും? ഞാൻ ഒന്നുകൂടെ പറയുന്നു, 7 പൂർണ്ണതയാണ്. അപ്പോൾ 7 ദിവസവും ദൈവത്തോടു കൂടി ആയിരിക്കണം. എങ്കിൽ കൂടിയും ഒരു ദിവസം അതിൽ വേർതിരിക്കുമ്പോൾ കർത്താവിനോടുകൂടെ സമയം ചെലവിടുവാൻ നമ്മൾ എങ്ങനെയൊക്കെ നമ്മുടെ സമയത്തെ ക്രമീകരിക്കണം എന്നതിനെക്കുറിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇന്നു മുതൽ നിങ്ങൾ ഈ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ തന്നെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, വിശുദ്ധ തിരുവെഴുത്തിൽ 5 സങ്കീർത്തനത്തിൻ്റെ 3 വചനത്തെ അധികരിച്ചുകൊണ്ടാണ്. ആ തിരുവചനം നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത്: യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. എന്തൊരുക്കിയിരിക്കുന്നു? ഞാൻ എന്നെ തന്നെ ഒരുക്കി അങ്ങയുടെ മുമ്പിൽ കാത്തിരിക്കുകയാണ്. പ്രഭാത ജീവിത സമയത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പുലരിയിൽ നാം എന്നും ദൈവത്തോടു കൂടെ നമ്മുടെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ ശേഷം ആയിരിക്കണമെന്ന് വ്യക്തമായി തന്നെ ഈ തിരുവചനം നമ്മളോട് പറയുന്നു. രാവിലെ ഒരുക്കത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലണം. അവിടെ ഒന്നാമതായി നാം പ്രാർത്ഥിക്കേണ്ട നമ്മുടെ സമയ ക്രമീകരണം, പ്രഭാതത്തിൽ നാം ഉണരുന്ന ആ ഒരു സമയത്തോടനുബന്ധമായി പെട്ടെന്ന് തന്നെ ഒരു വെളുപ്പിന് ഒരു 3 മണിക്കും 6 മണിക്കും ഇടയിലുള്ള ആ ഒരു സമയം, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണോ നിങ്ങൾ മിഴി തുറക്കുന്നത് ആ സമയത്തോടനുബന്ധമായി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ നിങ്ങൾ തയ്യാറാവുക. ഉണർന്നു കഴിഞ്ഞാലുടൻ അതാണ് ഏറ്റവും നല്ല സമയം. ഒന്നാമതായി പ്രാർത്ഥനയ്ക്ക് നാം ഇടം കണ്ടെത്തേണ്ട നിമിഷം അത് തന്നെയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രാർത്ഥനാ മുറി എന്ന് പറയുന്നത് ഒരുക്കമുള്ള ഹൃദയം തന്നെയാണ്. ഞാനത് എല്ലാ കാലത്തും പറയാറുണ്ട്. ഒരുക്കമുള്ള ഹൃദയമാണ് ഏറ്റവും നല്ല പ്രാർത്ഥനാ മുറി. ഇന്ന് രാവിലെ ഈ ദൈവാലോചന കേൾക്കുമ്പോൾ പ്രവചന ദൂത് കേട്ടിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച ശേഷം ഈ ദൂത് കേൾക്കുന്നവരുണ്ട്. ആ 2 കൂട്ടർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. കൃത്യമായ പോയിന്റിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. കൃത്യസ്ഥാനത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഒരുങ്ങി ദൈവസന്നിധി ചെല്ലുവാൻ, പ്രഭാതത്തിൽ തന്നെ താൻ ഒരുക്കി
ഒരു ദിവസം കൂടെ ദൈവം ദാനമായി നൽകിയതിന് നന്ദി പറയാൻ, പോകുന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് ദൈവത്തോട് സ്തോത്രം ചെയ്യാനുള്ളതായി ജോലി കാര്യങ്ങൾക്കായി കർത്താവിനോട് മുൻകൂർ അനുമതി മേടിക്കാൻ, പ്രിയപ്പെട്ടവരെയൊക്കെ ഇന്ന് പകൽ കാത്തുകൊള്ളണമേ എന്ന് സംരക്ഷണത്തിനായിട്ട് അപേക്ഷിപ്പാൻ, പോകുന്നിടത്തെ ദുർഘടങ്ങളെ മാറ്റണമേ എന്നുള്ള നിലയിൽ വഴിയൊരുക്കം നടത്താൻ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അതിൻ്റെ ഒപ്പം ഇന്ന് പകൽ മുഴുവൻ എനിക്ക് ജീവിക്കേണ്ടത് അങ്ങയുടെ ആത്മാവിൻ്റെ നിറവിലാണ് എൻ്റെ കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ പുതിയൊരു അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് പറയാൻ നമുക്ക് സാധിക്കണം. ഇസ്രായേൽ മക്കൾ പുലർകാലങ്ങളിൽ അവരുടെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് മന്ന പെയ്ത് കിടക്കുമായിരുന്നു. അപ്പോൾ നിലത്ത് വീണ് കിടക്കുന്ന മന്ന മുട്ടിന്മേലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കുന്നത് പോലെ തന്നെ മുട്ടിന്മേലിരുന്നു കൊണ്ട് അവർ പിറക്കിയെടുക്കുമായിരുന്നു. അപ്പോൾ മുട്ടിന്മേൽ രാവിലെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവൻ അന്നന്നത്തേക്ക് ആവശ്യമായ മന്ന ദൈവം നൽകും. ഈ വാക്കാരും മറന്നു പോകരുത്. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ മുട്ടിന്മേലിരിക്കുന്ന ഒരു ദൈവ പൈതലേ, നിനക്ക് ആവശ്യമായി ജീവിപ്പാൻ വേണ്ട കൃപയാണ് പൊഴിഞ്ഞു വീഴുന്നത്. നിനക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായിരിക്കുന്ന മേഖലകളെല്ലാമാണ് നിനക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കി തരുന്നത്. സകല നന്മകളും നിങ്ങൾക്ക് ആയിച്ചൊരിയപ്പെടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ പ്രാർത്ഥനാ സമയം പുലർകാലത്തെ പ്രഭാതത്തിലെ നമ്മളുടെ ദൈവസന്നിധിയിലെ ഉണർന്നു കഴിഞ്ഞുള്ളതായ നിമിഷമാണ്. രണ്ടാമതായി നമ്മളുടെ പ്രാർത്ഥനാ സമയം. അപ്പം ഇനി 6 ടൈമും കൂടിയുണ്ട്. അതേതാണ്? നമുക്കതിലേക്ക് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ സങ്കീർത്തനം 90:14 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ, എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. അപ്പോൾ ദൈവത്തിനോട് ദയ ചോദിക്കുകയാണ്, ഞങ്ങളെ ദയ തന്ന് തൃപ്തരാക്കണമേ. എന്തിനാണ് ദയ ലഭിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ നാം ഇനി മുന്നോട്ടേക്ക് ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു പുതിയ പദ്ധതിക്ക് വേണ്ടി, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി, യാത്രകൾക്ക് വേണ്ടി, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങുന്നതിന് മുൻപ് നാം ദൈവത്തെ സ്തുതിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നേരം ദൈവസന്നിധിയിൽ ചെന്ന് തമ്പുരാനോട് ദയക്കായിട്ട് അപേക്ഷിക്കുക. കർത്താവേ, ഇന്ന് ഞാൻ പോവുകയാണ്, പോകുന്ന ഇടം എനിക്ക് അനുഗ്രഹമാക്കി തീർക്കണം, എനിക്കവിടെ അങ്ങയുടെ സഹായം വേണം. ഈ നിലയിൽ രണ്ടാമതായി നാം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഥമമായ യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. അപ്പോൾ ഒരു ചോദ്യം വരാം, പാസ്റ്റർ യാത്രയൊന്നുമില്ല, ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുക, എന്നാ ചെയ്യണം? 9 o'clock ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. രാവിലെ 9 മണി എന്ന് പറയുന്ന സമയം പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങൾ തയ്യാറാവുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശീകരണം ആരംഭിക്കപ്പെട്ട സമയമാണത്. അപ്പോൾ ആ ഒരു സമയം പകലൊക്കെ ഫാസ്റ്റിംഗ് ചെയ്യുന്നവരോട് ഞാൻ പറയാറുണ്ട്, രാവിലെ 9 o'clock നിങ്ങൾ ദൈവസന്നിധിയിൽ അവൈലബിൾ ആയിരിക്കണം, പ്രസൻ്റ് ആയിരിക്കണം. 9 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെയുള്ള 6 മണിക്കൂർ നിങ്ങൾ കൃത്യമാംവിധം ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഫാസ്റ്റിംഗ് എടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഞാൻ നിർദ്ദേശം നൽകാറുണ്ട്. നിങ്ങളോട് ഇന്ന് രാവിലെ ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലാണോ? ദിവസത്തിൽ 7 തവണ ദൈവത്തെ സ്തുതിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? നിങ്ങൾ വീട്ടിലാണെങ്കിൽ നിങ്ങൾ 9 മണിക്ക് പ്രാർത്ഥിക്കുക. അല്ല, നിങ്ങളൊരു ഉപജീവനം വഴിക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ യാത്രയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കർത്താവിൻ്റെ സഹായം തേടുക. അപ്പോൾ മൂന്നാമത്തെ പ്രാർത്ഥനാ സമയത്തിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. മൂന്നാമത്തെ നമ്മുടെ പ്രാർത്ഥനാ സമയം ഏതാണ്? ആ സമയത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് വിശുദ്ധ സങ്കീർത്തനം 55:17 55-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാം വാക്യത്തിൽ ദാവീദ് രാജാവ് പാടുന്നു: ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. എന്നോട് കയർത്തു നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്തു സമാധാനത്തിലാക്കി. നമ്മളോട് കയർത്ത് നിൽക്കുന്ന, എതിർത്ത് നിൽക്കുന്ന മനുഷ്യർ, ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതായ ഒരു നേരം ഏതെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഉച്ചനേരത്തെ ഈ പ്രാർത്ഥനയാണ്. എന്തുകൊണ്ടത് രാവിലെ പ്രാർത്ഥിച്ചുകൂടാ? പുലരിയിലെ പ്രാർത്ഥന ബ്ലെസ്സിങ്ങിൽ ഡിപ്പെൻഡഡ് ആണ്, പ്രൊട്ടക്ഷനിൽ, അനോയിൻറ്റിങ്ങിൽ ഡിപ്പെൻഡഡ് ആണ്. അവിടെ നമുക്കൊരു വാർഫെയറിലേക്ക് പോകാൻ നേരമില്ല. അവിടെ നമുക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ആവാഹിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് ഉള്ളത്. അപ്പോൾ അതിനിടയിലേക്ക് ശത്രുപോരുകളുടെയും എതിരുകളുടെയും മേഖലകളെ നമുക്ക് കൂട്ടിക്കലർത്തുന്നത് ഒരു വിവേകപൂർണമായ നിലയല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എതിരുകൾ ഉയരുന്ന മനുഷ്യർ നമുക്ക് ശത്രുക്കളായി നിന്ന് പോരടിക്കുന്ന വിവിധ മണ്ഡലങ്ങളെ നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഉച്ചനേരത്താണ്. ഉച്ചഭക്ഷണം പ്രധാനപ്പെട്ട ഒരു ആഹാരമാണെന്ന് നിങ്ങൾക്കറിയാലോ. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷം ഒരു നിശ്ചിതമായ ഇടവേള എടുക്കാറുണ്ട്. അത് ലോകത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും ആ ഒരു ടൈം കൃത്യമാം വിധം തങ്ങളുടെ ജീവനക്കാർക്ക് പാലിപ്പാൻ സമയം അനുവദിക്കാറുണ്ട്. ആ ഉച്ചനേരത്തെ ഇടവേള, ആ ഇടവേള നേരം എല്ലാവർക്കും ഒരു മയങ്ങണമെന്നുള്ള ടെൻഡൻസിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു ടൈമിനോടനുബന്ധമായി ഉച്ചഭക്ഷണം പോലെ നിങ്ങൾക്ക് ഉച്ചയ്ക്കൊരു പ്രാർത്ഥന, ദൈവത്തെ സ്തുതിക്കുന്നൊരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ മനസ്സ് വെക്കണം. ആ ജീവിത സമയങ്ങളിൽ ഉച്ചനേരത്ത് ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ
ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനത്തിൽ മോശ പാടി ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന്. അത് ജീവിതത്തിലെ ആയുസ്സിൻ്റെ മധ്യാഹ്ന സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. മധ്യാഹ്ന നേരങ്ങളിൽ ജീവിതത്തിൻ്റെ പകുതി ആയുസ്സെത്തുമ്പോഴേ മരണപ്പെട്ടു പോകുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അതിജീവനത്തിന് വേണ്ടി, ദീർഘായുസ്സിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വഴിയിൽ വെച്ച് നിങ്ങൾ നശിപ്പാതിരിപ്പാൻ പുത്രനെ ചുംബിക്കുക എന്ന് 2-ാം സങ്കീർത്തനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു. അപ്പോൾ യേശുവിൻ്റെ ഇരു കവിളുകളിലും ഉമ്മ കൊടുത്ത് പ്രാർത്ഥിക്കേണ്ട, കർത്താവിനോടുള്ള സ്നേഹത്തിൽ പ്രാർത്ഥിക്കേണ്ടതായി, ശത്രുമണ്ഡലങ്ങളിൽ നിന്ന് സംരക്ഷണയ്ക്കായി ദൈവത്തെ നമ്മുടെ മേൽ കവചമാക്കി തീർക്കുവാൻ, കർത്താവിൻ്റെ ശരണത്തിൻ്റെ കീഴിലായിത്തീരുവാൻ, ആശ്രയം നമ്മൾ യേശുവിൽ ഉറപ്പിക്കുവാൻ തയ്യാറാകേണ്ട ഒരു പ്രഥമമായ സമയമാണ് നമ്മുടെ ജീവിതത്തിലെ ഉച്ചനേരങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു മിഡ് ഡേയിൽ നിങ്ങൾ വ്യക്തമായി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അപ്പോൾ 3-ാമത്തെ പ്രാർത്ഥനാ സമയം ഈ ഉച്ചനേരമാണ്. ഇനി പ്രത്യേകിച്ച് യാത്രകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, ഭവനത്തിൽ തന്നെയാണെങ്കിൽ ഉച്ച സമയം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും. ഇന്ന് പകല് പ്രാർത്ഥിക്കുവാനായി സമയം വേർതിരിക്കുമ്പോൾ ഇന്ന് മുതൽ അത് ചെയ്തു തുടങ്ങുക. നാളെ തൊട്ട് ഞാൻ തുടങ്ങുമെന്ന് ആരും വിചാരിക്കേണ്ട, ഇന്ന് തന്നെ തുടങ്ങുക. ഇന്ന് രാവിലെ കേൾക്കുന്നവർ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുക. 9 മണിക്ക് മുൻപ് കേൾക്കുന്നവർ യാത്രയ്ക്കും ജോലിക്കും വേണ്ടി പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക. അല്ല, പണിയെല്ലാം ഒന്ന് ഒതുക്കിയ ശേഷമാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. ആ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോട് എതിർക്കുന്ന, നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന മനുഷ്യർ നിങ്ങളോട് അടുക്കാതെ കൊണ്ട് നിങ്ങൾക്ക് ചുറ്റും പരിചയമായി നിൽക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെയും സാന്നിധ്യത്തെയും തണലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മനസ്സ് വെക്കുക. 4-ാമത്തെ സമയം സന്ധ്യാനേരമാണ്. നമുക്ക് നോക്കാം. 141-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വചനം ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത്: എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. അപ്പോൾ കരങ്ങളെ മലർത്തിക്കൊണ്ട് സന്ധ്യാനേരത്ത് ഒരു ദൈവസന്നിധിയിൽ ഒരു ദൈവ പൈതൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന നേരം കുന്തിരിക്കവും മീറായും എല്ലാം ചേർത്ത് ദൈവസന്നിധിയിലേക്ക് കനലിൽ നിന്നും ഉയരുന്ന ശ്രേഷ്ഠമായ ധൂപം പോലെ, നല്ല സുഗന്ധപൂരിതമായ മണമുള്ള പുക പോലെ ആ പ്രാർത്ഥനാ ഭവനത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഉയരുകയാണ്. അത് സ്വർഗസിംഹാസനത്തിൻ്റെ ഒരു അലങ്കാരമായി ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അതേത് കുടുംബത്തിൽ നിന്നാണോ വരുന്നത് ആ കുടുംബത്തിലേക്ക് അനുഗ്രഹം പെയ്തിറങ്ങുകയാണ്. അഭിവൃദ്ധിയുടെ വൃഷ്ടി ഉണ്ടാകുന്ന, അനുഗ്രഹ വൃഷ്ടി ചെയ്യപ്പെടുന്ന ഒരു സന്തോഷകരമായ പ്രാർത്ഥനയ്ക്കായി സന്ധ്യാനേരം ഒരുങ്ങുകയാണ്. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ യാമങ്ങളെക്കുറിച്ച് നമ്മെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. യാമങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ 1-ാമത്തെ യാമം എന്ന് പറയുന്നത് സന്ധ്യാനേരത്ത് 6 മണി മുതൽ 9 മണി വരെയാണ്. എന്താണ് ആ സമയത്തിൻ്റെ പ്രത്യേകത? സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, ആത്മമണ്ഡലത്തിലെ പുതിയൊരു ദിവസം ആരംഭിക്കുന്നത് സന്ധ്യയിലാണ്. അപ്പോൾ ആ സന്ധ്യാനേരത്ത് ഒരു വീട്ടിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ, സന്ധ്യാനേരത്ത് കലഹങ്ങളില്ലാതെ സ്തുതി ഒരു വീട്ടിലുണ്ടെങ്കിൽ, ആ സൂര്യൻ അസ്തമിക്കുമ്പോൾ പടിഞ്ഞാറൻ ചക്രവാളം ചുവന്നു കിടക്കുന്ന ആ ഒരു സമയത്ത്, ദേശമെങ്ങും ദീപങ്ങൾ തെളിയുന്ന ആ ഒരു നേരത്ത്, സ്വന്തം ഭവനത്തിൽ തെളിയേണ്ട ആദ്യത്തെ എണ്ണയുള്ള വിളക്ക് ദൈവസന്നിധിയിലുള്ള നന്ദിയാണ്, സ്തുതിയാണ്, പ്രാർത്ഥനയാണ്. ഇന്നു മുതൽ സന്ധ്യയ്ക്കൊരു 6 മണിക്ക് മുൻപ് കുളിച്ച് വൃത്തിയായി വീട്ടമ്മമാരും കുഞ്ഞുങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ടൊന്ന് കയറി നോക്കിക്കേ. അതൊരു ഭയങ്കര സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകൂ, എന്തോ വലിയൊരു കടമ്പ നിങ്ങൾ മറികടന്നിരിക്കുന്നു എന്നുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞ് വൈകിട്ടത്തെ അത്താഴവും കഴിഞ്ഞ് കിടക്കാൻ നേരം എല്ലാവരും കൂടെ വന്നിരുന്ന് ആടിപ്പാടി വർത്തമാനം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ഒരു ചടങ്ങിന് വേണ്ടി മാത്രം നടത്തുന്ന ആ ഒരു ഏറ്റവും ഒടുവിൽ പ്രാധാന്യത ഒട്ടുമില്ലാത്ത ഒരു നിലയായിട്ട് നമ്മുടെ കുടുംബ പ്രാർത്ഥനകളെ തൃണവൽക്കരിച്ച് കളയാതെ സന്ധ്യാനേരത്ത് തന്നെ പ്രാർത്ഥിക്കുവാൻ ഒന്ന് തയ്യാറാവുക. നിങ്ങൾ അവിടെ ഇരുന്ന് 2-3 പാട്ടുകൾ പാടുന്നത് ദേശമൊക്കെ കേൾക്കട്ടെ. അവിടെ ഇരുന്ന് ഉറക്കെ ദൈവവചനം വായിക്കുന്നത് ദേശമൊക്കെയും കേൾക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നതിന് പരിസരവും പ്രകൃതിയും എല്ലാം സാക്ഷികളായി തീരട്ടെ. ജാതി മത ഭേദമന്യേ സകലർക്കും ആ പ്രാർത്ഥനകൾ നൽകുന്ന ഒരു സുഖം വളരെ വലുതാണ്. എന്നെ കേൾക്കുന്ന കർത്താവിന് പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ വീട്ടിലും ഈ ഒരു സന്തോഷത്തെ രൂപപ്പെടുത്തുവാൻ നീ ഒന്ന് മനസ്സ് വെച്ചാട്ടെ. അപ്പോൾ ഒരു ദിവസത്തിൽ 7 തവണ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ 4-ാമത്തെ പ്രാർത്ഥനാ സമയം സന്ധ്യാനേരമാണ്. ആമേൻ. ഇനിയും 5-ാമത്തെ പ്രാർത്ഥനാ സമയത്തെക്കുറിച്ച് പറയട്ടെ. നമ്മൾ സന്ധ്യയ്ക്ക് വീട്ടിലെത്തി, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു, അത്താഴമെല്ലാം കഴിഞ്ഞ് കുടുംബ പ്രാർത്ഥനയും സന്തോഷങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഉറങ്ങാൻ വേണ്ടി നമ്മുടെ ബെഡ്റൂമിലേക്ക് എത്തുന്നൊരു സമയമുണ്ട്. ആ സമയത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നു. സങ്കീർത്തനം 4:4 നമ്മളോട് ഇങ്ങനെ പറയുന്നു: നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. അതൊരു മൗന പ്രാർത്ഥന പോലെ കാണാൻ കഴിയും. അത് ആത്മപരിശോധനയുടെ ഒരു നിമിഷമാണ്. അതിൻ്റെ 8-ാമത്തെ വാക്യം: ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഞാൻ എൻ്റെ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ വാഴൂര്
പുളിക്കൽ കവലയിലുള്ള ഒരു ഗ്രൗണ്ടിൽ കർത്താവിൽ പ്രസിദ്ധനായ ശ്രേഷ്ഠ ദൈവദാസൻ ആശാരോപദേശിയുടെ വലിയൊരു സുവിശേഷ മഹായോഗം നടന്നു. ആ ദൈവവചന ശുശ്രൂഷ കേൾക്കുവാൻ, ആ കൂട്ടായ്മ പങ്കുചേരുവാൻ ഞാനും പോയി. ആ ദിവസങ്ങളിൽ 3 ദിവസം ആശാരോപദേശിയുടെ പ്രസംഗം കേട്ട് വീട്ടിലെത്തിയ എനിക്ക് അന്നു മുതൽ ഒരു പ്രത്യേക ആത്മാനുഭവം ഉണ്ടായി. 6ൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന സമയമാണ് പറയുന്നത്. അന്ന് മുതൽ രാത്രി കിടക്കുന്ന സമയത്ത്, രാവിലെ ഉണർന്നെണീറ്റ നേരം മുതൽ ഇപ്പോൾ ആ കട്ടിലിൽ വരെ എത്തുന്ന സമയം വരെ ജീവിതത്തിൽ കടന്നുപോയതായ ചെറുതും വലുതുമായ സാഹചര്യങ്ങളെ ഞാൻ ഓർക്കാറുണ്ട്. ആരോടൊക്കെ മിണ്ടി, ആരോടൊക്കെ ഞാൻ സംസാരിച്ചു, ഏതൊക്കെ കാര്യങ്ങൾക്കകത്ത് എൻ്റെ സമയം ഞാൻ ചെലവഴിച്ചു, എൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചെറുതും വലുതുമായ സകല സാഹചര്യങ്ങൾ, പാകപ്പിഴകൾ വന്നുപോയതിന് ദൈവസേനയിൽ മാപ്പ് ചോദിച്ചിട്ടാണ് ദൈവസേനയിൽ ഉറങ്ങാറുള്ളത്. ഇതൊരു ഭയങ്കരമായ മാറ്റമാണ് ജീവിതത്തിൽ ഉണ്ടാക്കിയത്. നന്ദിപൂർവ്വം ജീവിതത്തെ ഓരോ ദിവസവും നോക്കിക്കാണുവാൻ, ഓരോ ജീവിത വഴികളിലും കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാൻ അത് നമ്മളെ വലിയ തോതിലാണ് സഹായിച്ചത്. അപ്പോൾ നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ഒരു ധ്യാനമുണ്ടായിരിക്കണം. ഞാൻ ഉരിയിടാതെ മൗനമായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരിക്കവേ എൻ്റെ ഹൃദയത്തിൽ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഹൃദയത്തിനകത്ത് നൈർമല്യമുള്ള ദൈവാനുഭവങ്ങളുടെ ഒത്തിരി പകർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ് നാം ഉറങ്ങാൻ പോകുന്ന സമയം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഞാൻ പലപ്പോഴും ദൈവമക്കളോട് സഭയിൽ പറയാറുണ്ട്, വൈകുന്നേരം കിടക്കാൻ പോകുമ്പോൾ, ഉറങ്ങാനായി കിടക്കുന്ന സമയത്ത് നിങ്ങൾ സന്തോഷ സുഖലോലുപമായി ജീവിച്ച് വരുന്ന ശേഷം അർദ്ധരാത്രിയിലേക്ക് കിടക്കാൻ തുടങ്ങുന്ന നേരത്ത് എവിടെ തല വെച്ചുറങ്ങും? ഈ ലോകത്തിലെ ഏറ്റവും സുഖമുള്ള തലയിണ യേശുവിൻ്റെ തുടയാണ്. ആമേൻ. എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടിയിൽ തല വെച്ച് കിടക്കുന്നതിനോളം സുഖം ഇന്നുവരെയും എനിക്ക് വേറെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ യേശുവിൻ്റെ മടിയിലാണ് തല വെച്ച് കിടക്കുന്നതെന്നുള്ള ഒരു സുഖാനുഭവത്തോടുകൂടെ യേശുവിനെ ആണിപ്പഴുതേറ്റ പരിശുദ്ധമായ കൈകൾ കൊണ്ട് എൻ്റെ നെറ്റിത്തടത്തെ അവിടുന്ന് തഴുകി എന്നെ സ്നേഹത്തോടുകൂടി ഉറക്കുന്ന ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തിലെ ബലങ്ങളിൽ ഒന്നാണ് എനിക്കത്, എൻ്റെ ജീവിതത്തിലെ ശക്തിയാണ് എനിക്കത്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്തുതിക്കേണ്ട ഒരിടം നമ്മുടെ കിടക്കയാണ്. ആ കിടക്കയിൽ കിടന്നുകൊണ്ട് കർത്താവിന് നന്ദി പറയുവാൻ, സന്തുഷ്ടമായിരിക്കുന്ന സ്വപ്നങ്ങളുമായി ദൈവമേ നിന്റെ ആലോചന എന്നെ തേടി വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഓരോ രാത്രിയും ദൈവസേനയിലായിരിക്കുവാൻ തയ്യാറാവുക. 5ാമത്തെ സമയം ഏതാണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറങ്ങുവാൻ വേണ്ടി ചെല്ലുന്ന നേരമാണ് 5ാമത്തെ പ്രാർത്ഥനാ സമയം. ഇനി അടുത്തത് 6ാമത്തെ നേരം. എൻ്റെ ജീവിതത്തിൽ 6ാമത് ഞാൻ ദൈവത്തെ സ്തുതിക്കേണ്ടത് എപ്പോഴാണ്? അത് പ്രവൃത്തികളുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16:25 നമ്മളോട് പറഞ്ഞു തരുന്നത്. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. നോക്കുക, അന്ധകാരം നിറഞ്ഞ് ലോകമെമ്പാടും നിദ്രയിലേക്ക് ആണ്ടുപോകുന്നൊരു നേരത്ത് ഞാൻ ഉണരും. ഞാൻ എന്തിനാ ഉണരുന്നത്? എൻ്റെ ദൈവത്തെ സ്തുതിക്കുവാനാണ്. പ്രപഞ്ചത്തിൽ മുഴുവൻ ജീവജാലങ്ങളും ഇഴിപൂട്ടി ഉറങ്ങുന്നൊരു നേരത്ത് എൻ്റെ കർത്താവിൻ്റെ കണ്ണുകൾ എന്നെ നോക്കുമ്പോൾ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും നന്ദി പറയുവാനും ഉണർന്നെണീക്കുന്ന എൻ്റെ സമയം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കർത്താവിന് അത് പ്രിയങ്കരമായൊരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അർദ്ധരാത്രിയിലെ പ്രാർത്ഥന നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകട്ടെ. എൻ്റെ കുഞ്ഞുകാലങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കിടന്നുറങ്ങുമ്പോൾ അർദ്ധരാത്രിയിൽ എൻ്റെ മാതാപിതാക്കൾ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വാക്കുകൾ, അവർ പാടുന്ന പാട്ടുകൾ, ഇതെല്ലാം എൻ്റെ കുഞ്ഞു കാതിൽ ഞാൻ കേട്ടതിൻ്റെ ഓർമ്മ എനിക്കിപ്പോൾ ഇത്രയും പ്രായമായിട്ട് കൂടെ എൻ്റെ മനസ്സിലുണ്ട്. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തദനന്തര തലമുറകൾ അത് കേട്ടാണ് വളരുന്നത്. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരുക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല അന്തരീക്ഷങ്ങളിൽ ഒന്നാണ് അർദ്ധരാത്രിയിലെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. ആമേൻ. അത് സഹതടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കവേ ബന്ധിക്കപ്പെട്ടവർ കൈകളിൽ നിന്ന് ചങ്ങലകൾ പോലും അഴിഞ്ഞുപോയി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ ജീവിതത്തിലും ഈ അർദ്ധരാത്രിയിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ എഴുന്നേൽക്കുന്ന സമീപനം ഉണ്ടാകട്ടെ. അങ്ങനെ ഉണ്ടാകാൻ എന്നാ ചെയ്യണം? പാസ്റ്റർ, ഞാൻ രാത്രിയിൽ എഴുന്നേൽക്കാറില്ല, വെള്ളം ഇച്ചിരി കൂടുതൽ കുടിച്ചിട്ട് കിടന്നാൽ മതി. ഹല്ലേലൂയ. നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ തോന്നും, നിങ്ങൾ എഴുന്നേക്കും. ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ മതി. ഇനിയും 7ാമത്തെ പ്രാർത്ഥനാ സമയത്തെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് ഈ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷങ്ങൾ പുലർകാലങ്ങളിലാണെന്ന് ഞാൻ പറഞ്ഞു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. അതുകൂടാതെ നിങ്ങൾക്ക് ഒരു 2, 3, 4 മിനിറ്റ് നേരം നിങ്ങൾ കിടന്നുറങ്ങുന്നതിനിടയിൽ വെളുപ്പാങ്കാലത്ത് നിങ്ങൾക്ക് ഉണരാൻ ദൈവം ഒരു അവസരം ഒരുക്കും. ആ സമയത്ത് ഒന്ന് ഉണർന്നെണീറ്റ് പ്രാർത്ഥിച്ചിട്ട് പിന്നെയും കിടക്കുന്നത് ഒരു നല്ല ശീലമാണ്. അതെങ്ങനെയാണ്? വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 22, 23 വചനങ്ങൾ. ഹല്ലേലൂയ. വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് പ്രാർത്ഥിക്കുവാൻ ഉണരുന്നവർക്കായിട്ട് ഞാൻ പ്രത്യേകം ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആ സമയത്തെ പ്രാർത്ഥനയുടെ പ്രത്യേകമായിരിക്കുന്ന പ്രാധാന്യത അവിടെ ഇങ്ങനെ പറയുന്നു: നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും.
നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ആമേൻ. 63-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത്, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. ഇന്ന് രാവിലെ ഈ ദൈവാലോചന കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ 7 ദിവസങ്ങളും ഈ 7 നേരത്തിൽ ജീവിതം ക്രമീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി, സ്തുതികൾക്കായി കയറി ചെല്ലുവാൻ തയ്യാറാവുക. തനിക്ക് വിരോധമായി രേഖ എഴുതിയിരിക്കുന്നു ദാനിയേൽ കേട്ടപ്പോൾ താൻ ചെയ്തു വരാറുള്ളത് പോലെ, പതിവായി താൻ ചെയ്തു വരാറുള്ളത് പോലെ ദൈവസന്നിധിയിൽ താൻ മുട്ടുമടക്കുവാൻ തുടങ്ങി. ഇത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ്റെ രീതിയല്ല. ജീവിതത്തിൻ്റെ നല്ല കാല നേരങ്ങളിൽ ദൈവവുമായുള്ള ആത്മബന്ധത്തിൽ ആകൃഷ്ടരാകുന്ന മനുഷ്യരുടെ ഭാഗ്യകാലമാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ മുന്നോട്ടുള്ള ദിവസങ്ങൾ യേശുവുമായി ബന്ധപ്പെട്ട് നിൽക്കട്ടെ. നിങ്ങളുടെ ആ ഓരോ ദിവസത്തെയും നിശ്ചിത മണിക്കൂറുകൾ കർത്താവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ, ദൈവത്തെ മനഃപൂർവ്വമായി സ്തുതിക്കുവാൻ നിങ്ങൾ തയ്യാറാവുക. യഹൂദന്മാരുടെ ഇടയിൽ ദിവസത്തിൽ 5 തവണ ദൈവത്തെ സ്തുതിക്കുന്ന ചടങ്ങുണ്ട്. അല്പം കൂടെ തീവ്രതയോടുകൂടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർ 7 തവണ ദൈവത്തെ ആരാധിക്കാറുണ്ട്. നമുക്കറിയാം, മുസ്ലിം സഹോദരങ്ങൾ ദിവസത്തിൽ അവർ 5 തവണ നിസ്കരിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്, ദൈവസന്നിധിയിലെ ആരാധന എന്ന് പറയുന്നത് നിശ്ചിതമായൊരു ജീവിത രീതിയായിരിക്കട്ടെ. ഇത് പ്രത്യേകമായൊരു ജനവിഭാഗത്തെയോ പ്രത്യേകമായൊരു മതരീതിയെയോ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാൻ പറയുന്നതല്ല. ദൈവവചനമാണ് നമ്മളോട് പറയുന്നത്. 119-ാം സങ്കീർത്തനത്തിൻ്റെ 164 നമ്മളോട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ദിവസത്തിൽ 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ ഇന്നു മുതൽ കർത്താവിനെ സ്തുതിക്കുവാനും ഈ ആരാധനയിലേക്ക് ജീവിതം കണ്ടെത്തുവാനും നിങ്ങൾ നേരം കണ്ടെത്തുക. നിശ്ചയമായും ഇതൊരു അനുഗ്രഹമായി നിങ്ങളുടെ ജീവിതത്തിൽ തീരും. കർത്താവ് നിങ്ങളെ ഉയർത്തുന്നതിന് ഇത് കാരണമാകും. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നത്തെ പ്രവചന ദൂതിലൂടെ ഈ 7 സമയങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതായ വിശുദ്ധ സ്തുതിയുടെ സന്തോഷത്തെക്കുറിച്ച് ഞങ്ങളോട് അരുളി ചെയ്തല്ലോ. ഇന്ന് പകൽ ഇതിനു വേണ്ടി ആത്മാർത്ഥമായി ഒരുങ്ങി തയ്യാറാകുന്ന ഈ ദൂതിൻ്റെ മുമ്പിൽ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായി സമർപ്പിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. സകലരുടെ മേലും ഇതിനുള്ളതായ കൃപയും നിറവും അഭിഷേകവും അവിടുന്ന് ധാരാളമായി ചൊരിയണമേ. വിശുദ്ധമായൊരു ജീവിത വിറമേൽ വളരുവാനത് കാരണമാക്കണം. കർത്താവേ, ഇന്ന് പകൽ വിവിധ ആവശ്യങ്ങളുടെ നടുവിൽ സാമ്പത്തികമായി ഞരങ്ങിയും രോഗത്താൽ ഭാരപ്പെട്ടും മാനസികമായി വിഷാദിച്ചുമായിരിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ ഒരു വലിയ വിടുതൽ ഇന്ന് രാവിലെ ഞാൻ അയച്ചു പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ നന്മ സമൃദ്ധമായ നിറവ് അങ്ങയുടെ മക്കളുടെ മേൽ വ്യാപരിക്കും. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മശക്തി വളരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ വളരെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങളുടെ വിശുദ്ധ ജീവിതം ശക്തിപ്പെടുന്നത് നിങ്ങൾക്ക് സാക്ഷികളാകാൻ കഴിയും. നിങ്ങളുടെ അഭിഷേകത്തിൻ്റെ മൂർധന്യത കൂടും. ദൈവസന്നിധി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്കൊരു പ്രത്യേക ഒഴുക്കായിരിക്കും. നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്നവരിൽ കൂടെ നിങ്ങളിൽ നിന്നുള്ള ദൈവസാന്നിധ്യം വ്യാപരിക്കും. നിങ്ങളുടെ ഭവനത്തിനകത്ത് അനുഗ്രഹങ്ങൾ ഇരച്ചു കയറും. പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങൾ പെട്ടെന്ന് മാറിപ്പോകും. നിങ്ങൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വേദന കുറയും, അവർക്ക് ആശ്വാസം ഉണ്ടാകും. മാനസിക രോഗികൾ പോലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സമാധാനത്തിലാകും. സുഖപ്രസവം ഗർഭിണികളായിരിക്കുന്നവർക്ക് ഉണ്ടാകാൻ ഇത് കാരണമായി തീരും. ഒരുപാട് ഗുണങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. അനുഭവിച്ച് നിങ്ങളുടെ ഗുണങ്ങൾ രേഖപ്പെടുത്തുക. ഈ ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കോട്ടയത്ത് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭ പ്രവർത്തിക്കുന്നു. കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള MK ടവറിലാണ് നമ്മുടെ ആരാധന നടക്കുന്നത്. നിങ്ങളെ ഞാൻ അതിലേക്ക് സന്തോഷത്തോടുകൂടെ വിളിക്കുകയാണ്. നിങ്ങൾ വരണം, അത് വലിയൊരു വിടുതലായിത്തീരും. ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അനുഗ്രഹീതമായ വെക്കേഷൻ ബൈബിൾ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കടന്നു വരിക. വലിയ സന്തോഷങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു. നാളെ കാണാം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെ സ്നേഹം, യേശു കർത്താവിൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മ നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.